ഇതൊക്കെ കണ്ടില്ലേ 300 രൂപയുടെ ഐറ്റമാണ്. വെറും 300 രൂപയുടെ ഐറ്റംസാണ് ഈ കാണുന്നത്. വെറും 300 രൂപയുടെ ഐറ്റംസാണ്. എത്ര രൂപക്ക് കിട്ടിയാലും അവർക്ക് 300 രൂപ വിൽക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ നൈക്കിയൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചാണ്. വെറും 100 രൂപയുടെ ഐറ്റംസാണ്. 50 രൂപ കണ്ടില്ല, 50 രൂപയുടെ സെയിലാണ്. വെറും 50 രൂപയുടെ സാധനം. ഷോർ ബസാറിന്റെ സെന്ററിലെത്തി. ഇന്ന് ഞാൻ പോകാൻ പോണ ചാന്ദിനി ചൗക്ക് ബെല്ലിമ്രാൻ മാർക്കറ്റിലാണ്. ഷൂസിന്റെ ഒക്കെ മാർക്കറ്റാണ്. ഷൂസിന്റെ കാര്യം പറഞ്ഞ് ഒരുപാട് പേര് എന്നെ വിളിച്ചായിരുന്നു, എവിടെയാണ് നല്ലത് കിട്ടണേന്നൊക്കെ ഉള്ളത്. ഇന്റർലോക്ക് മാർക്കറ്റിലെല്ലാം കിട്ടും, ചാന്ദിനി ചൗക്കിന്റെ അകത്തും കിട്ടും. ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോണ ചാന്ദിനി ചൗക്കിന്റെ അകത്തുള്ള ഷൂ മാർക്കറ്റാണ്. പിന്നെ എൻ്റെ പ്രൊഡക്ട്സും കാര്യങ്ങളും എല്ലാം ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലായിരിക്കും അപ്ഡേറ്റ്സ് ഒക്കെ ഇടാം. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം. അപ്പോൾ ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ്സ് കൊടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ബെല്ലിമാറൻ സ്ട്രീറ്റ്. ഇവിടെ അധികവും ഷൂസ് അതുപോലെ തന്നെ കണ്ടില്ലേ, ഷോപ്പുകൾ കണ്ടില്ലേ, ഷൂസ്, ചെരുപ്പ്, അതിൻ്റെയൊക്കെ ഒരു മാർക്കറ്റാണ്. ഇവിടെ വന്നെങ്കിൽ നിങ്ങൾക്ക് ചാന്ദിനി ചൗക്ക് മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങാം. അതുപോലെ ചൗരി ബസാർ മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങാം. എല്ലാം ഫേക്ക് ഷൂസാണ്. തണുപ്പ് നല്ല തണുപ്പായിട്ടുണ്ട്. 6 ഡിഗ്രി 7 ഡിഗ്രിയിലൊക്കെയാണ് തണുപ്പ്. അതുകൊണ്ട് ജാക്കറ്റൊക്കെയാണ് തുടക്കം തന്നെ കാണുന്നത്. നല്ല നല്ല തണുപ്പാണ്. $400 350 രൂപയുടെ ഒക്കെ റേറ്റിലാണ് ഷർട്ടും കാര്യങ്ങളൊക്കെ തന്നെ. 400 350 ആ റേഞ്ച്. ഷൂസിൻ്റെ ഏരിയ വന്നു. കുട്ടികളുടെയൊക്കെ ഷൂസിൻ്റെ ഏരിയ. ഇതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇതുണ്ടല്ലേ ജാക്കറ്റ്, ബാഗ്, ജാക്കറ്റാണ് മെയിൻ. സോക്സ് 50 രൂപ. 50 രൂപക്ക് എത്ര 4 5 സെറ്റ് കിട്ടുമെന്ന് തോന്നുന്നു. ജുമാ മസ്ജിദിന്റെ ഭാഗത്ത് ചോർ ബസാറിന്റെ ഒക്കെ സൈഡിലായിട്ടൊരു കബൂത്തർ മാർക്കറ്റ് ഉണ്ട്. അവിടെ ഒന്ന് കയറാൻ നോക്കണം. കണ്ടില്ലേ കാര്യങ്ങളും ഒരുപാട് ഷൂസിന്റെ ഒരു വലിയ കളക്ഷനാണ്. കണ്ടില്ലേ ഷൂസിന്റെ ബഹളാണ്. അങ്ങനെ ചാന്ദിനി ചൗക്കിന്റെ അവിടെയുള്ള ഷൂ മാർക്കറ്റ്. ഇവിടെ ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടും. 300 രൂപ 300 to 350 ആ റേഞ്ചിലൊക്കെയാണ് ഇവിടുത്തെ വില വന്നത്. അക്രമ സെല്ലിങ് അവിടെ അക്രമ സെല്ലിങ്. ഇതൊക്കെ കണ്ടില്ലേ 300 രൂപയുടെ ഐറ്റമാണ്. വെറും 300 രൂപയുടെ ഐറ്റംസാണ് ഈ കാണുന്നത്. വെറും 300 രൂപയുടെ ഐറ്റംസാണ് കണ്ടില്ലേ. വെറും 300 രൂപയുടെ ഐറ്റംസൊക്കെ കിടക്കും. ഇത് 400 300 അതിൻ്റെ ഇടയിൽ നിൽക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. 400 300 ഇടയിൽ കിടക്കും. ഇതൊക്കെ 300 രൂപയുടെ ഐറ്റംസാണ്. എവിടെ കിട്ടും? നാട്ടിലൊന്നും ഇത് ഒരിക്കലും 300 രൂപ എന്തായാലും കിട്ടില്ല. ഈ വക ഐറ്റംസ് ഒക്കെ ഇതുണ്ടല്ലേ. ഇവർക്കിത് 300 രൂപയ്ക്ക് ഇവരിത് വിൽക്കണമെങ്കിൽ ഇവർക്കിത് എത്ര രൂപ കിട്ടണം? എത്ര രൂപക്ക് കിട്ടിയാലും അവർക്ക് 300 രൂപക്ക് വിൽക്കാൻ പറ്റും. അത് കണ്ടില്ലേ നൈക്കിയൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചാണ്. തിരക്കില്ലാത്തൊരു ദിവസമല്ല, എല്ലാ ദിവസവും തിരക്കാണ്. ഒരുപാട് വിദേശത്തു നിന്നൊക്കെ വന്നിറങ്ങണവർ അവരിത് കാണുമ്പോൾ അത്ഭുതപ്പെടും. കാരണം നൈക്കിയുടെ ലോഗോയൊക്കെ കാണും. അവിടെ ഫേക്ക് അങ്ങനെ അധികം കിട്ടുമല്ലോ. ഫേക്കിനൊക്കെ ഇൻസ്പെക്ഷൻ ഉണ്ട്. ഇമ്പോർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ ഇൻസ്പെക്ഷൻ ഉണ്ടാവും. അവർ പെട്ടെന്ന് ആദ്യം കാണുമ്പോൾ ഞെട്ടും. പക്ഷേ പിന്നീട് ഫേക്കാന്ന് അറിയുമ്പോൾ എന്നാലും 300 രൂപയ്ക്കല്ലേ ഉള്ളൂ ഈ റേറ്റിന് സാധനം കിട്ടും. കണ്ടില്ലേ എല്ലാം 300 രൂപ 400 രൂപ അടക്കാണ് വില. 300 പറഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. 400 രൂപ വാങ്ങേണ്ട കാര്യമല്ല. 300 രൂപ എന്തായാലും സാധനം കിട്ടും. അവർ വേണമെന്ന് വിചാരിച്ചാൽ അവർക്ക് 300 രൂപ കൊടുക്കാം. കണ്ടില്ലേ അവിടെ ചെരുപ്പൊക്കെ കണ്ടില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരിത് 300 രൂപക്ക് സെല് ചെയ്യണമെങ്കിൽ ഇവർക്ക് കിട്ടണത് എവിടെ നിന്നാണ്? ഇത് അധികം തന്നെ ഇന്റർലോക്ക് മാർക്കറ്റിൽ നിന്നൊക്കെയാണ്. ഇന്റർലോക്ക് മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അവിടെ 200 റേഞ്ചിലൊക്കെ കിട്ടും. അത് ഇവർ 100 രൂപ ലാഭമൊക്കെ എടുത്ത് സെല് ചെയ്യണതാണ്.
കേരളത്തിലേക്ക് അയച്ച് കൊടുക്കാൻ പറ്റും. VRL ലോജിസ്റ്റിക്സ് വഴിയൊക്കെ അയക്കാൻ പറ്റും. എന്താണ്ട് കിലോക്ക് എന്തോ 20 രൂപയോ 19 അങ്ങനെ എന്തോ റേറ്റൊക്കെയാണ്. അങ്ങനെ ഒരുപാടുണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ഷൂവിൻ്റെ ചെരുപ്പ് എല്ലാം ഉണ്ട്. ജുമാ മസ്ജിദിൻ്റെ ആ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏരിയയിൽ കംപ്ലീറ്റ് ഇതേപോലത്തെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ജുമയുടെ ഫേക്ക് എല്ലാം കംപ്ലീറ്റ് ഫേക്ക് ഐറ്റംസാണ് ഇവിടെ കിട്ടുന്നത്. 350 രൂപ റേഞ്ചൊക്കെയാണ്. 350, 400 ആ റേഞ്ചൊക്കെയാണ്. ഇവിടെ വീണ്ടും അടുത്ത ഷൂയുടെ സെക്ഷൻ. ജാക്കറ്റ് നൈക്കിയുടെ കോപ്പി. ഇവിടെ എത്തിയപ്പോൾ 500 രൂപയായി. കുറേ നല്ല. ഇതാണ് ചോർ ബസാറിൻ്റെ അടുത്തുള്ള കബൂത്തർ മാർക്കറ്റാണിത്. എന്താ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. ഇവിടെ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബ്രാൻഡഡ് ഐറ്റംസൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ബ്രാൻഡഡ് ഐറ്റംസൊക്കെ ഇവിടെ വരും. മറ്റേ കൊറിയയിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ ബൾക്കായിട്ട് സാധനങ്ങൾ ഇങ്ങോട്ട് വരും. ഇവിടെ എല്ലാം കണ്ടില്ലേ, 100 രൂപ, വെറും 100 രൂപക്കാണ് അവൻ ആ സാധനം വെക്കുന്നത്. അതൊക്കെ 100 രൂപയുടെ ഐറ്റംസാണ്. വെറും 100 രൂപയുടെ ഐറ്റംസാണ് ഇത്. 100 രൂപയാണ് ഇതിനൊക്കെ. 100 രൂപയുടെ ഐറ്റംസാണ്. 100 രൂപ നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല, ആ എടുക്കാന്നുള്ളത്. ഇവിടെ അപ്പോൾ 200 രൂപ. ഇതൊക്കെ 200 രൂപയുടെ ഐറ്റംസ്. ഡൽഹി വിസിറ്റ് ചെയ്യണ ഒരു കബൂത്തർ മാർക്കറ്റിൽ എന്തായാലും വരാം. നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഇതേപോലെ 100-ന്റെ 200-ന്റെ ഒക്കെ ബ്രാൻഡഡ് ഐറ്റംസ് ചിലപ്പോൾ കിട്ടും. സർപ്ലസ് അല്ലേ അങ്ങനത്തെ. ഇതൊക്കെ കണ്ടില്ലേ, സ്കാർഫ് 50 രൂപ. കണ്ടില്ല, 50 രൂപയുടെ സെയിലാണ്. വെറും 50 രൂപയുടെ സാധനമാണ് ഇതൊക്കെ. ഇതെല്ലാം വെറും 50 രൂപയുടെ ഐറ്റംസാണ് കാണുന്നത്. വെറും 50 രൂപ ഉള്ളി. എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റ് ഉണ്ടാവും. അത് പെർഫെക്റ്റ് പീസൊന്നുമല്ല, ഡിഫക്റ്റ്. അതാണ് വില കുറയാനുള്ള കാരണം. 50 രൂപയ്ക്ക് ലാഭമാണല്ലോ. പിന്നെ ഇത് 250 രൂപയുടെ ഐറ്റംസ്. 150 രൂപയുടെ. കണ്ടില്ലേ, ഇത് വെറും 150 രൂപ ഉള്ളൂ. ആ ടീക്ക് കണ്ട, ഇത് 250 രൂപയുടെ ഐറ്റാണ് ഈ സാധനമൊക്കെ. 250-ന്റെ തരക്കേടില്ല. ഇത് 150 രൂപയുടെ ഐറ്റം. ഇതിന് 2 ഡിഫക്റ്റ് നടത്തി കണ്ടു. ഇവിടെ ചെറിയൊരു ഇതുണ്ട്, പിന്നെ ചെറിയൊരു ഇതുണ്ട്. 150 രൂപ. ഇതിൽ പലതും ബ്രാൻഡാണ്. ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ സർപ്ലസ് ആണ് ഇവിടെ കിടക്കുന്നത്. കബൂത്തർ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറുമ്പോൾ ഇതേപോലത്തെ ചെറിയ ഗലികളുണ്ടാവും, ചെറിയ ഇടവഴികളുണ്ടാവും. അതിൻ്റെ അകത്തായിരിക്കും നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടാൻ പോകും. ലെഫ്റ്റും റൈറ്റും ഒക്കെ ചുമ്മാ അങ്ങോട്ട് നടക്കാം, എന്നാലാണ് നിങ്ങൾ കറക്റ്റ് കളക്ഷൻസ് കാണുള്ളൂ. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്തായിരുന്നു. കുറേ കളക്ഷൻസ് ഉണ്ട്. ഇത് വഴി അവിടെ തീരാണ്. പുറത്തേക്ക് കിടക്കാനുള്ള ഇവിടെ ഞാൻ ഏരിയയിൽ കഴിഞ്ഞ ആഴ്ച വന്ന് 1-2 പർച്ചേസ് വീഡിയോ എടുത്തില്ല എന്ന് തോന്നുന്നു. ഇവിടെ വന്നായിരുന്നു. പക്ഷെ എപ്പോഴും സൈഡിൽ 2 പോക്കറ്റിന് സിബുള്ള ഇതെടുക്കുക ഡൽഹിയിൽ വരുന്നത്. കാരണം പോക്കറ്റടി നല്ല രൂക്ഷമായിട്ടുള്ള പോക്കറ്റടി ഉണ്ട് ഇവിടെ. സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ പോവും. ഐഫോണാണ് ലോക്കാവും, ആപ്പ് ലോക്കാവും. ഇനി അതല്ല IMEI ഒക്കെ വെച്ച് കണ്ടുപിടിക്കാന്നുള്ള ഇതുണ്ടെങ്കിൽ നടക്കില്ല. അതെല്ലാം പാർട്സ് അയച്ചെടുക്കും വരും. ഞാനാ കാണിച്ച മാർക്കറ്റിലേക്ക് വന്നെങ്കിൽ ഇവിടെ വന്നാൽ മതി. കബൂത്തർ മാർക്കറ്റ് ഒരുപാട് കിളികളും എല്ലാം ഉണ്ട്. എലീനൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത്. എല്ലാത്തിനെയും ഇവർ വെക്കുന്നുണ്ട്. അല്ല ഷൂ ഇവിടെ വന്നപ്പോൾ വീണ്ടും ഷൂ ആണ്. ഇതുപോലെ പ്രാവ്, കിളി എല്ലാം.
ആണ് കബൂത്തർ മാർക്കറ്റ്. പിന്നെ അതിൻ്റെ അപ്പുറ സൈഡിൽ ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. ഈ വഴി നമ്മൾ നേരെ നടന്നു പോയി കഴിഞ്ഞാൽ നേരെ ചോർ ബസാറിൻ്റെ അകത്തെത്തും. എവിടെ ഇത് വെക്കണം 150, 200 ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് സാധനം കിട്ടും. 150, 200 ആ റേഞ്ചിൽ എല്ലാം സെറ്റാണ് അവിടെ. ഇവിടെ നന്നായി ചീപ്പ് ആയിട്ട് ഡ്രസ്സ് എടുക്കുന്നവർക്ക്. പക്ഷെ വിൻ്ററിൽ വന്നാലുള്ള പ്രശ്നം ഇതാണ്, ഷവർ ആണെങ്കിൽ ഈ ജാക്കറ്റാണ് നമുക്ക് നമ്മുടെ കണ്ണ് മടുക്കും. ഇങ്ങോട്ട് എവിടെ നോക്കിയാലും ജാക്കറ്റാണ്. എപ്പോഴും ബാർഗെയിൻ ചെയ്യാന്നുള്ളതാണ് ഇത്തരം സ്ഥലങ്ങളിൽ. എപ്പോഴും നിങ്ങൾ ഇവരോട് പറയും, ഇവർ പറയണ വിലക്ക് ഒരിക്കലും വാങ്ങിക്കരുത്. അതിന് 100 രൂപയെങ്കിലും കുറയ്ക്കണം, എന്നാലാണ് കറക്റ്റ് ഡീല് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പെർഫെക്റ്റ് ഡീല് കിട്ടണമെങ്കിൽ അത് 100 രൂപയൊക്കെ കുറയ്ക്കണം. എന്നിട്ട് അവരതിന് സമ്മതിച്ചില്ലെങ്കിൽ കടയിൽ നിന്ന് പയ്യെ മൂവ് ചെയ്യാം, അടുത്ത ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ അവർ വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം തരും. ഇങ്ങനെയായിട്ട് ബാഗ്, ബെൽറ്റ് 50 രൂപയുടെ ബെൽറ്റ്, 50 രൂപയുടെ ബെൽറ്റാണ്. എല്ലാം ഈ കറുപ്പും നീലയും മാത്രമാണ് കാണുന്നത്. ഗ്രേ കളർ കണ്ടായിരുന്നു ഞാൻ എടുത്തേനെ. സിബുള്ള ഗ്രേ കളർ പാൻറ് ഉണ്ടായിരുന്നു എടുക്കാൻ. ഇത് പല സ്ഥലങ്ങളിലും ഈ കറുപ്പാണ്. ഗ്രേ ഉണ്ട്, അതിനും സിബില്ല. മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു ടിബറ്റിൽ നിന്ന് വന്ന അഭയാർത്ഥികൾ സെറ്റ് ചെയ്തേക്കണം. ജീൻസ്, വൈറ്റ് ഷർട്ട് 200 ആ റേഞ്ചൊക്കെയാണ് അതിൻ്റെ പ്രൈസ് വന്നത്. $150 രൂപയുടെ ജാക്കറ്റ്. കണ്ടില്ലേ ഇതെല്ലാം ചെറിയ റേറ്റിൽ സാധനം കിട്ടും. ഇവിടെ നിങ്ങൾ ശനി ഞായർ ഒഴിച്ചുള്ള ദിവസങ്ങൾ വരെ, ശനി പിന്നെയും കുഴപ്പമില്ല, ഞായർ ഭയങ്കര തിരക്കാണ്, നല്ല പാടാണ് അവിടെ ഞായർ. ഇവിടെ 150 രൂപയുടെ കാണുന്നുണ്ട്, എന്താന്നൊക്കെ നോക്കട്ടെ. ഗ്രേ കളർ അഡിദാസിൻ്റെ വലിയ ക്വാളിറ്റി ഇല്ല, സീക്കയുടെ കിടക്കുന്നുണ്ട്. ചോർ ബസാറിൻ്റെ സെൻറ്ററിലെത്തി. എൻ്റെ അകത്ത് എല്ലാ ചവറും കിട്ടും. ഹെഡ്സെറ്റൊക്കെ കണ്ടില്ലേ, എൻ്റെ ബോക്സ് ഒന്നും ഉണ്ടാവില്ല. ഹെഡ്സെറ്റ് അതേപോലെ ക്യാമറ കണ്ടവന്മാർക്ക് ഹാലിളകും. ഇത് കണ്ടില്ലേ, കുറേ ഐറ്റംസ് ഉണ്ട്. ഓരോ കോർണറിൽ ഇങ്ങനെ ഇരിക്കണ്ടാവും. ഇതൊക്കെ കണ്ടില്ലേ, എല്ലാം ഒന്നല്ലെങ്കിൽ അടിച്ചുകൊണ്ട് വന്നതാണ്, അല്ലെങ്കിൽ ഫേക്ക്. കണ്ടാലും ഒറിജിനലൊക്കെ ഇതിൻ്റെ അകത്ത് കിട്ടണതൊക്കെ അതേ കണ്ടില്ലേ, എല്ലാം പഴകിയ പോലെ ഇരിക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ കണ്ടില്ലേ, മിക്കതും ഫേക്കാണ്, കംപ്ലീറ്റ് ഫേക്കാണ് ഹെഡ്സെറ്റും കാര്യങ്ങളും എല്ലാം. ഇവരുടെ അടുത്ത് നിന്ന് ഐഫോണൊക്കെ സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ ചോദിക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തുണിക്കടക്കാരെയൊക്കെ അടുത്ത് ചെന്ന് ചോദിക്കും ഐഫോൺ ഉണ്ടോന്ന്. ചിലപ്പോൾ അവരൊക്കെ ആയിരിക്കും സെല്ല് ചെയ്യണം. ആളെ നമുക്ക് ഇങ്ങനെ നിരത്തിയിട്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ. ചിലപ്പോൾ അവർ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ അടിയിൽ ബാഗിൽ നിന്നൊക്കെ എടുത്തായിരിക്കും തന്നെ. $150 രൂപയുടെ ജീൻസും കാര്യങ്ങളൊക്കെ, കുട്ടികളുടെ 150 രൂപയുടെ ജീൻസ്. അവിടെ എന്താ സ്പൈസ് കാര്യങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് ഉള്ള ചവറെല്ലാം ഉണ്ട്. 400 രൂപയാണ് കാഷ്യൂനട്ടിന് പറഞ്ഞ്. ഞാനൊരു 1/2 കിലോ ചുമ്മാ വാങ്ങിച്ചായിരുന്നു. ഇനി അത് കാഷ്യൂനട്ട് തന്നെയാണെന്നൊക്കെ കഴിച്ചു നോക്കിയിട്ട് പറയാം അടുത്ത വീഡിയോയിൽ. എവിടെയെങ്കിലും രൂപമുണ്ട്. ചോർ ബസാറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നേരെ വന്നാൽ മീനാ ബസാറിലെത്തും. മീനാ ബസാറിൻ്റെ അവിടെ നിന്ന് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ അതെ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ മിനാരോ കണ്ടില്ലേ, ഡൽഹി ജുമാ മസ്ജിദിൻ്റെ അവിടെ എത്തും. 400 രൂപയുടെ ഷൂസിൻ്റെ അവിടെ എപ്പോൾ വീഡിയോ എടുത്താലും അവന്മാർ നോ പറയാറുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും എടുക്കും, നിങ്ങളതൊക്കെ ഒന്ന് കാണിച്ചു തരാം. വരുന്നവർ സൂക്ഷിക്കണം.
സിബുള്ള പാൻറ് ഇടാന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം എന്തായാലും പോക്കറ്റ് അടി ഈ തിരക്കിൻ്റെ അടുക്ക് നിങ്ങൾ ഓർക്കൂല ഇതൊന്നും. അതൊക്കെ 400 രൂപ. അതായത് സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. 400 രൂപ 350 കിട്ടും. നമ്മൾ നേരത്തെ 350 300 അപ്പുറം കണ്ടില്ലായിരുന്നു. ആ സാധനം ഇവിടെ വന്നപ്പോൾ 400 രൂപ. അതാണ് ഈ ബസാറുകളും അങ്ങോട്ട് ഇവിടെ മാറുമ്പോൾ. ഇതൊക്കെ 1 കിലോമീറ്ററിൻ്റെ അകത്തുള്ളതാണ് കേട്ടോ. ലോകത്തിന് രണ്ടറ്റത്തുള്ളതല്ല, എല്ലാം 1 കിലോമീറ്റർ ഇതുള്ളതാണ്. ഇന്ന് നല്ല തിരക്ക് കുറവാണ് സാധാരണ. അല്ലെങ്കിൽ വീഡിയോ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, എനിക്ക് നടന്നെടുക്കാൻ പറ്റില്ല. തിങ്ങി നിങ്ങളൊക്കെ ആളുകളുടെ തല മാത്രമേ കാണാൻ പറ്റുള്ളൂ. വേണ്ടില്ലേ? എന്നാലും ഇന്നത്തെ തിരക്കൊന്ന് നോക്കി. ഇവിടെ മാറി 350 വെക്കണം. 350 രൂപ. അത് ജെനുവിൻ പ്രൈസാണ്. 350. പക്ഷെ ഞാൻ പറയണ 300 കിട്ടും.